പാലക്കാട് കോൺഗ്രസ് കൗൺസിൽ പ്രക്ഷോഭിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ദളിത് യുവതിയുടെ മൊഴിയെടുത്ത് പോലീസ്. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി. അതേസമയം പ്രക്ഷോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പാലക്കാട്ടെ കൗൺസിലറായ പ്രക്ഷോഭിനെതിരെ വളരെ ഗുരുതരമായ ആരോപണവുമായാണ് യുവതി രംഗത്ത് വരുന്നത്. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതിനുശേഷം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ മുൻപിൽ ഹാജരാകുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രക്ഷോഭ് തന്നെ 3 തവണ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. ഒരു തവണ താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി വന്ന് പീഡിപ്പിച്ചു. പിന്നീട് ഒരു തവണ കാറിൽ വെച്ച് പീഡിപ്പിച്ചു. അതിനുശേഷം ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ യുവതി ഉന്നയിക്കുന്നത്. പലപ്പോഴും തന്നെ ഭീഷണിപ്പെടുത്തി, നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നടക്കം ഭീഷണിപ്പെടുത്തി. ഷാഫി പറമ്പിലും ശ്രീകണ്ഠനുമൊക്കെ ഞാൻ അടുത്ത ബന്ധമുള്ള ആളാണ്, നിനക്ക് മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ ആരുമില്ല എന്നടക്കം ഈ പെൺകുട്ടിയോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് യുവതി പറയുന്നത്. ഷാഫിയുടെ ബന്ധം വീഡിയോ കോൾ ചെയ്തിട്ട് ഓഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ഷാഫിലിനെ കാണിക്കുകയും ഞാൻ ഷാഫിലിനെ കണ്ടപ്പോഴാണ് ഇത് ഷാഫിലിന് എനിക്ക് മനസ്സിലായത്. ഞാൻ സംസാരിച്ചില്ല, എന്നെ കാണിച്ചു കൊടുത്തു. എന്നെ കണ്ടു, ഞാനും ഷാഫിലിനെ കണ്ടു. MP ശ്രീകണ്ഠൻ അയാളുടെ പേരും പറഞ്ഞു. അച്ഛനമ്മയും ഇല്ല, മരിച്ചതാ. അച്ഛനും അമ്മയും ഇല്ല, അപ്പോൾ ഒരു മരിച്ചതാ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിയപ്പോഴും ചോദിക്കാൻ വയ്ക്കാരും വരില്ലല്ലോ. നല്ല പേടിയുണ്ടായിരുന്നു, ഇപ്പോഴും പേടിയുണ്ട്. ഏതായാലും പ്രക്ഷോഭ് ഇപ്പോൾ ഒളിവിലാണ്. പാലക്കാട് സൗത്ത് പോലീസ് പ്രക്ഷോഭിനെ അന്വേഷിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായൊരു വിഷയമാണ്. ഈ പ്രക്ഷോഭ് ഇതിനു മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമായും ഒരു തവണ രാഹുൽ മാങ്കൂട്ടം വളരെ നീണ്ട കാലം ഒളിവ് ജീവിതം കഴിഞ്ഞ് പാലക്കാട് എത്തിയത് വോട്ട് ചെയ്യാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിരുന്നു. അത് പ്രക്ഷോഭിന് വേണ്ടി വോട്ട് ചെയ്യാനായിരുന്നു. അതിനുശേഷം വിജയിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രക്ഷോഭ് പോയി കാണുന്ന അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായി കൂടിയാണ് പ്രക്ഷോഭിനെതിരെയും ഗുരുതരമായ ലൈംഗികാരോപണം വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം.